Guys, today we are going to talk about how much Bitcoin we need to retire. After that, we will never work for anyone. അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. എത്രമാത്രം ബിറ്റ്കോയിൻ വേണമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വേണം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഡു യു തിങ്ക് യു ക്യാൻ റിട്ടയർ ബൈ പുട്ടിംഗ് സം മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ റിയൽ എസ്റ്റേറ്റ്? ഡു യു തിങ്ക് ദാറ്റ്? യെസ്, ലിസൺ മീ, ഇറ്റ് നെവർ ഗോണ ഹാപ്പൻ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ദെയർ വാസ് ആൻ എറ, ബട്ട് ഇറ്റ്സ് ഗോൺ ഫോർ എവർ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പൈസ സ്റ്റോക്കിലിട്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാനൊക്കെ ഒന്ന്. ഇറ്റ് വിൽ നെവർ വർക്ക് ബിക്കോസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഫെയിലിംഗ് us, റിയൽ എസ്റ്റേറ്റ് ഈസ് ഫെയിലിംഗ് us, our financial system is failing us. Everything is manipulation. There is only viable option to retire today, that is Bitcoin. ലോകം കണ്ടതിൽ വെച്ച് മനുഷ്യൻ ഇന്നേ വരെ ഇതേപോലെ പെർഫോമൻസ് ഉള്ള ഒരു അസറ്റ് കണ്ടിട്ടില്ല. ഇന്നേ വരെ ഒരു അസറ്റും കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ബിറ്റ്കോയിനെ ബീറ്റ് ചെയ്തിട്ടില്ല പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. നോ വൺ. മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു പെർഫെക്റ്റ് മണിക്ക് വേണ്ടി മനുഷ്യൻ തേടി നടക്കുന്നുണ്ടായിരുന്നു. ഫൈനലി വി ഗോട്ട് ദ പെർഫെക്റ്റ് മണി. ഗോൾഡ് വാസ് ദിയർ ബട്ട് നോട്ട് നൗ, നോട്ട് എനിമോർ. അടുത്ത 10 കൊല്ലം കൊണ്ട് ഗോൾഡ് ഇല്ലാതാകും. അതായത് gold will go to the dust. You will see it. Bitcoin is going to eat each and every asset on this planet. Real estate, stock market, bonds, cash, everything is a black hole. It sucks everything. You're going to see it. You need to listen this. You need to learn this. Okay? So, if they print $1 extra, അതായത് അവർ $1 എക്സ്ട്രാ പ്രിന്റ് ചെയ്യുമ്പോൾ ഇന്നേ വരെ അവർ ഉണ്ടാക്കിയേക്കുന്ന പ്രിന്റ് ചെയ്തേക്കുന്ന ഡോളറിൻ്റെ വാല്യൂ കുറയും. ദേ പ്രിൻറ്റിങ് മില്യൺസ് ഓഫ് ഡോളർ എവറി സിംഗിൾ ഡേ. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് US ഡോളർ. അതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി കറൻസിയുടെ കാര്യം പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. സി ഹിയർ ഇൻ 1913 ദി വാല്യൂ ഓഫ് $1 ഈസ് $1. $1 വാല്യൂ, അതായത് ഇപ്പോൾ ₹1 സങ്കല്പിക്കാം. $1 വാല്യൂ ₹1 പക്ഷേ 2020 വരുമ്പോൾ ആ $1 വാല്യൂ ഇപ്പം എത്രയായി? അതിൻ്റെ 98% വാല്യൂ നഷ്ടപ്പെട്ടു. അതായത് ഏകദേശം 2 സെന്റ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം, ₹1 എന്ന് പറയുന്നത് 100 പൈസ ചേർന്നതാണ്. സോ 98% അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈസയുള്ളൂ ബാക്കി. എനിക്ക് ഓർമ്മയുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ₹50 മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു കവർ ഫുള്ളായിട്ട്, ഒരു ബാഗ് ഫുള്ളായിട്ട് പച്ചക്കറി കിട്ടും, ഒരു ഫുൾ കിറ്റ് കിട്ടും. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര രൂപ കൊടുക്കണം ഒരു ഫുൾ പച്ചക്കറി കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ? നിങ്ങൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ ലൈഫ്. ഈ ഒരു പേപ്പർ മണിക്ക് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. യു വർക്കിംഗ് ഫോർ ദിസ് വൺ. നമ്മുടെ ലൈഫാണ് ഈ കാണുന്നത്. നമ്മുടെ ലൈഫാണ് ഈ കാണുന്നത്. അവർ കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യും തോറും ആ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദേ പ്രിൻറ്റിങ് മോർ മണി, ലെസ് വാല്യൂ. അവർ 10% കൂടുതൽ ഈ കൊല്ലം പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്തേക്കുന്ന പൈസയിൽ നിന്ന് 10% വാല്യൂ നഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ അർത്ഥം. പ്ലീസ് ലിസൺ മീ, പ്ലീസ് ലേൺ ദിസ്. ദിസ് ഇസ് ദ ഫാക്ട്, ദിസ് ഇസ് ദ ട്രൂത്ത്. ഓരോ രൂപയും പുതിയത് പ്രിൻറ്റ് ചെയ്യും തോറും നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടിയ പേപ്പർ നോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ സൂക്ഷിച്ചേക്കുന്ന പേപ്പർ നോട്ടിൻ്റെ വാല്യൂ കുറയുകയാണ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ ലൈക്ക് ഐ സെഡ് ഹിയർ യു ക്യാൻ സീ 1913 $1 30 ചോക്ലേറ്റ് ബാർസ് വാങ്ങിക്കായിരുന്നു 1913 കേട്ടോ. 1929 എന്ത് പറ്റി? $1 10 റോൾസ് ഓഫ് ടോയ്ലറ്റ് പേപ്പർ. ഇന്ന് അത് $15. 1933 വരുമ്പോൾ 10 ബോട്ടിൽ ബിയർ ബോട്ടിൽ വാങ്ങിക്കായിരുന്നു. ഇന്ന് എത്രയാണ്? $19 കൊടുക്കണം. $1 10 ബോട്ടിൽ കിട്ടുമായിരുന്നു. ഇന്ന് അതിന്റെ സ്ഥാനത്ത് ഒരു ബോട്ടിലിന് $19 കൊടുക്കണം. 44 എത്രയാണ്? 20 കൊക്കക്കോള ബോട്ടിൽ വാങ്ങിക്കാമായിരുന്നെങ്കിൽ ഇന്ന് ഒരു കൊക്കക്കോള ബോട്ടിലിന് $14. ഇവിടെ നിങ്ങൾക്ക് കാണാം 2020 ഒരു മക്ഡൊണാൾഡ്സിന്റെ കോഫി എടുത്തോളൂ $1. ഇന്ന് $1. അന്ന് എത്ര ഇട്ട്? 30 ചോക്ലേറ്റ് ബാർ അല്ലെങ്കിൽ 10 ബിയർ ബോട്ടിൽ. അതിന് കാരണം എന്താണ്? അതിന്റെ പേപ്പർ നോട്ടിന്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്. എടോ, ഈ വാല്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കേണ്ടതാണ്. അതായത് 1920 $1 സമ്പാദിച്ച ആടെ വാല്യൂ 2020 ആ $1 വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ യഥാർത്ഥ മണി പോകേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യുന്നതോറും അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഈ പൈസ പ്രിന്റ് ചെയ്യുന്നത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. The value is going towards zero. It will collapse then. പുതിയ മോണിറ്ററി സിസ്റ്റം ഉണ്ടാക്കും. Again it will go 100 years to zero. From 1 to 0. അത് സ്ലോലി ആണ് കേട്ടോ. നമ്മൾ ഒരിക്കലും നമുക്കത് അനലൈസ് ചെയ്യാൻ ഒക്കത്തില്ല, നമ്മളത് അറിയത്തില്ല. സ്ലോലി നമ്മുടെ കയ്യിൽ നിന്ന് വാല്യൂ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു ബ്ലോക്ക്, ഒരു ദിവസമാണ് ഒരു ബ്ലോക്ക് എന്ന് വിചാരിക്കുക. ഒരു ദിവസം എത്രയാണ്? 24 മണിക്കൂർ അല്ലേ? അല്ലെങ്കിൽ 24 മണിക്കൂർ എന്ന് കൊടുക്കാം. അടുത്തൊരു ബ്ലോക്ക് 24 മണിക്കൂർ, അടുത്തൊരു ബ്ലോക്ക് 24 മണിക്കൂർ. നിങ്ങൾ 24 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് $1000 കിട്ടി. അടുത്തൊരു ദിവസം വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് $1000 കിട്ടി. അടുത്തൊരു ദിവസം വർക്ക് ചെയ്തപ്പോൾ $1000 കിട്ടി. യഥാർത്ഥത്തിൽ മണി എന്താണ്?
എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ടൈം. ടൈമാണ് മണി അല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ടൈം അല്ലേ മണി. നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കയറുന്നു. എങ്ങനെ? പേപ്പർ നോട്ട്, പേപ്പർ കറൻസിയിൽ അല്ലേ? അല്ലെങ്കിൽ കറൻസി എന്ന് നമ്മൾ ഇന്ന് പറയും. ടൈം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തതിന് അവർ തരുന്നതാണ് കറൻസി. അപ്പോൾ അവർ കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂവിന് എന്ത് പറ്റും? അതായത് ഈ ടൈം നമ്മൾ ഈ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു അല്ലേ? ഈ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഇല്ല അവിടെ അല്ലേ? അവിടെ ടൈം ഇല്ല, നമ്മൾ വി ലോസ് ദ ടൈം 24 hours. ഇനി ഒരിക്കലും തിരിച്ചെടുത്തില്ല. അതിന് പകരം 1000 രൂപ തന്നു, അത് നമ്മൾ ഈ ബോക്സിൽ നിക്ഷേപിച്ചു. അടുത്ത ദിവസം പണിയെടുക്കാൻ പോയി, 24 മണിക്കൂർ പോയി, 1000 രൂപ തന്നു, ടൈം നഷ്ടപ്പെട്ടു. നമ്മൾ അതിന് പകരം ആ ബ്ലോക്കിലേക്ക് 1000 rupees കയറ്റി. പക്ഷേ അവർ പൈസ പ്രിന്റ് ചെയ്യുന്ന അനുസരിച്ച് ഈ 1000 rupees 900 ആയി മാറും, 800 ആയി മാറും, 500 ആയിട്ട് മാറും, 100 rupees ആയിട്ട് മാറും. അപ്പോൾ എന്ത് പറ്റും? ഈ ബ്ലോക്ക് പയ്യെ ഇല്ലാതായിട്ട് നമ്മൾ പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ റിട്ടയർമെൻറ്റ് എന്നുള്ള സംഭവമില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ എനർജിയും ഒരു തുള്ളി, ലാസ്റ്റത്തെ ഒരു തുള്ളി രക്തം വരെ ഊറ്റിയെടുക്കും. എങ്ങനെ? ബൈ ടേക്കിംഗ് അവർ ടൈം. ആക്ച്വലി ടേക്കിംഗ് അവർ വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം അവർ പയ്യെ കൺസ്യൂം ചെയ്യുകയാണ്. ഒരിക്കലും ടൈം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ വാല്യൂ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദാറ്റ് മീൻസ് ദേ ആർ ടേക്കിംഗ് അവേ അവർ ടൈം. ദേ ആർ സ്റ്റീലിംഗ് അവർ ടൈം വിത്തൗട്ട് നോയിങ് അസ്. എങ്ങനെ? സ്ലോലി. അവർ പറഞ്ഞ് പൈസ പ്രിന്റ് ചെയ്യൂ, സ്ലോലി പ്രിന്റ് ചെയ്യൂ, വിത്തൗട്ട് നോയിങ് ദം. ലിസൺ മീ, സ്റ്റഡി ദിസ് തിങ്സ്, ദിസ് ഈസ് ദ ഫാക്റ്റ്. നമ്മളതെല്ലാം കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് M2 മണി ആണ്. ഓക്കെ, M2 മണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയിലുള്ള മൊത്തം കറൻസിയുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. 2020 അമേരിക്കയിൽ US 15 ട്രില്യൺ കറൻസി ഉണ്ടായിരുന്നു. 2020 പാൻഡമിക് വരുന്നത്. ഈ ചാർട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വിഷ്വലായിട്ട് അനലൈസ് ചെയ്യാനൊക്കും. ഇത് കണ്ടല്ലോ, 2020 15 ട്രില്യൺ. 2022 ആ 15 നിന്ന് 21 ട്രില്യനായി. അതായത് ഏകദേശം 40%. സോറി, ആ സൗണ്ട് ഒന്ന് ബോധർ ചെയ്യുന്നുണ്ടെന്നറിയാം, ഒന്ന് ക്ഷമിക്കണം. 2020 15 ട്രില്യനും 2022 അത് 21 ട്രില്യനുമായി. അപ്പോൾ ഓർക്കണം, ഇതുവരെ ഉണ്ടാക്കിയേക്കുന്ന പൈസ, അതായത് ഇതുവരെ 2020 വരെ 15 ട്രില്യൺ ഉണ്ടാക്കിയേക്കുന്നു. 15 ട്രില്യൺ ഉണ്ടാക്കിയേക്കുന്ന പൈസയുടെ 40%. അപ്പം ഇത് ആലോചിക്കണം, 1959 മുതൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2020 വരെ 15 ട്രില്യനേ ഉള്ളായിരുന്നു എക്കോണമിയിൽ പൈസ. ആ 15 ട്രില്യൻ്റെ 40% 2 കൊല്ലം കൊണ്ട് പ്രിൻ്റ് ചെയ്തു. അതായത് US ആളുകളുടെ 40% വാല്യൂ 2 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത പൈസയുടെ വാല്യൂ, നിങ്ങൾ ബാങ്കിൽ ഇട്ടേക്കുന്ന പൈസയുടെ വാല്യൂ 40% 2 കൊല്ലം കൊണ്ട് ഫിനിഷ്ഡ്, ലോസ്റ്റ്. ശരിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഇനി കാണാൻ പോകുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. ഇന്ത്യയുടെ കാര്യം വ്യത്യാസങ്ങളൊന്നുമല്ല. ഇത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനിവിടെ നോട്ട് എഴുതി വെച്ചപ്പോൾ ഈ ബുക്കിൽ എത്ര ശതമാനമാണ് കൂടിയെന്നുള്ള കാര്യം. 2020 ജാനുവരിയിൽ 38,000 ബില്യനാണ് കറൻസിയുടെ എണ്ണം. ഡിസംബറിലായപ്പോൾ അത് 45 45.9 ആയി. അതായത് 16% അധികം പ്രിൻ്റ് ചെയ്യുന്നു നോട്ട്. അതായത് 2020 നിങ്ങളുടെ ആയുഷ്കാലം ഇത്ര നാൾ സമ്പാദിച്ചേക്കുന്നതിന് പൈസയുടെ 16% വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, 2021 അത് 10% കൂടുതൽ പ്രിൻ്റ് ചെയ്യുന്നു. 2022 8, 2023 വീണ്ടും 8%, 2024 ഏകദേശം 6%. മൊത്തം ഏകദേശം 48% വാല്യൂ നിങ്ങൾ നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2020 ഇന്ത്യയിൽ എത്രമാത്രം പൈസ ഉണ്ടായിരുന്നോ അതിൻ്റെ ഏകദേശം 40% മുകളിൽ ഈ 4 കൊല്ലം കൊണ്ട് പ്രിൻ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആ 40%, അതായത് 2020 വരെ അല്ലെങ്കിൽ 2024 വരെ നിങ്ങൾ എന്തുമാത്രം സമ്പാദിച്ചോ ഇത്രയും നാൾ, അതിന് 40% ഫിനിഷ്ഡ്, ഗോൺ. ദാറ്റ് മച്ച് ഇൻഫ്ലേഷൻ ഇന്ത്യ ഹാസ്. പറയപ്പെടുന്നത് 5%, 6%. ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് ആക്ച്വലി. ആവറേജ് ഒരു 14-15% ഇൻഫ്ലേഷൻ ഇന്ത്യയിലുണ്ട്. 10% കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന പോലെയല്ല ഇമ്പാക്റ്റ് എക്കോണമിയിൽ വരുന്നത്. എല്ലാത്തിനും പ്രൂഫുണ്ട്. ഈ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ കുറഞ്ഞ് വരും. ഈ പ്രിൻറ്റിങ് ഒരിക്കലും നിൽക്കില്ല, ഇതിങ്ങനെ പോവും. വാല്യൂ എങ്ങനെ 0ലേക്ക് പോവും. നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ദ ട്രൂത്ത് ആക്ച്വലി. ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തരുന്ന
ഒരു CPI എന്ന് പറയും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇതിൽ സാധനങ്ങൾക്ക്, നമ്മുടെ മാർക്കറ്റിലുള്ള സാധനങ്ങൾക്ക് എത്ര ശതമാനം വില കൂടിയിട്ടുണ്ടെന്ന് നമുക്കിതിനകത്ത് അറിയാൻ നോക്കും. ഇവിടെ നിങ്ങൾ കാണേണ്ടത്, ഞാനൊന്ന് പെണ്ണെടുത്തോട്ടെ ഒരു നിമിഷം. ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഈ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. 2012 ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തേക്കുന്നു. അത് 2012 മുതലാണ് ബേസ് ചെയ്തിട്ടാണ് ഇനി ഈ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണും സീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ്. ഈ വീഡിയോസ് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറേ കാലങ്ങൾക്ക് മുന്നേ. ഇപ്പോഴത്തെ വാല്യൂ 198. അതായത് 2012 100 രൂപയായിരുന്നെങ്കിൽ 2024 അത് 198 രൂപയായിട്ട് മാറി. മീറ്റ് ആൻഡ് ഫിഷ് അടുത്തത് അത് 222, അതായത് 2 ഇരട്ടി കൂടി 12 കൊല്ലം കൊണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് കാണാം 187, 190, 258 ഇതിനാണ് വെജിറ്റബിൾസിന്. ഇത് ഗവൺമെൻറ് തരുന്ന ഡേറ്റയാണ്, മാനിപ്പുലേറ്റഡ് വൺ ടു ബി ഫ്രാങ്ക്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഈ ഡേറ്റ നോക്കി, ഇത് 2015 റിപ്പോർട്ടാണ്. അവിടെ ഇത് കാണിച്ചേക്കുന്നത് 2001 ബേസ് ഇതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇനി പോകാം. ഇവിടെ വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ കാണിച്ചേക്കുന്നത് എത്രയാണ് ആവറേജ്? ഡിസംബറിൽ വന്നേക്കുന്നത് 254. 2001 എടുത്തേക്കുന്നത്. ശ്രദ്ധിച്ചേക്കണം, 2015 254, അതായത് 2.5x ഇരട്ടി 2000 നിന്ന് 2015 വന്നപ്പോൾ, അതായത് 14 കൊല്ലം കൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുമ്പോൾ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു. ആപ്പിളിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു. അതിൻ്റെ ഗ്രോത്ത് കോമ്പൗണ്ടിങ് ആണ്. അതെല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോമ്പൗണ്ടിങ് ആണ് അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. ഇൻഫ്ലേഷൻ, അതായത് നിങ്ങളുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പോണൻഷ്യലി. എനിക്ക് തോന്നുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ശരിക്കും അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ DCA ചെയ്യുമ്പം, നിങ്ങളൊരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റിൽ DCA ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യും. ഏകദേശം ഒരു 12-13 കൊല്ലം കഴിയുമ്പോൾ സഡൻലി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് കാണാം. ഒരു 7-8-9% വെച്ചിട്ടാണ് നിങ്ങളുടെ വർഷം ഗ്രോത്ത് എന്നെങ്കിൽ ഒരു 13 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒരു കർവ് നിങ്ങൾക്ക് കാണാൻ നോക്കും. കൈൻഡ് ഓഫ് എസ് കർവ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പൈസ അവർ കൂടുതൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ വാല്യൂ താഴോട്ട് പോകുന്നത് കോമ്പൗണ്ടിങ് ആണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 100 രൂപയുടെ സാധനം, അതിന് 15% ഇൻഫ്ലേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് 115 രൂപയായി. 15% ഇൻഫ്ലേഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഗവൺമെൻറ് പറയുന്നു അടുത്ത കൊല്ലവും 15% ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഈ 115ൻ്റെ 15%മാണ് കയറുന്നത്. അതായത് 132 രൂപയായിട്ട് മാറും ആ സാധനം. ഈ 132 രൂപയുടെ 15%മാണ് കയറുന്നത്. അപ്പോൾ 152 രൂപയായിട്ട് മാറും. 4 കൊല്ലം കഴിയുമ്പോൾ 100 രൂപയുടെ സാധനം 152 രൂപയാകും. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എങ്ങനെയാണ്? 5% ഇൻഫ്ലേഷൻ ഞങ്ങൾ 4% ഇൻഫ്ലേഷൻ ആക്കി അടുത്ത കൊല്ലം. എങ്ങനെയുണ്ട്? അത് ഞങ്ങളുടെ കഴിവ് അല്ലേ? അപ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? 100 രൂപയുടെ സാധനം 105 ആയി. 105 രൂപയിൽ നിന്ന് 4% ഇൻഫ്ലേഷനേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ 105ൻ്റെ 4%. നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു 10 കൊല്ലം മുന്നേ ഉള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അതിനേക്കാളും കുറവായിട്ടുള്ള പ്രൈസ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ഇംപോസിബിൾ. ഡു യു നോ വൈ? ബിക്കോസ് ഓഫ് ദിസ് ഫിനോമിന, ഇൻഫ്ലേഷൻ ഈസ് കോമ്പൗണ്ടിങ്. 4% 5% എന്ന് കാണിക്കുന്നെങ്കിലും നിങ്ങളുടെ വാല്യൂ പോകുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. യു നീഡ് ടു ലേൺ ദിസ് തിങ്സ്. ഇത് ഗവൺമെൻറ് തരുന്ന ഡേറ്റയാണ്. അവർ 2001 100 ബേസ് ആക്കി മാറ്റി. ഇപ്പോൾ 2012. യു വിൽ നോട്ട് ഫൈൻഡ് ഇറ്റ്. സ്ലോലി ടേക്കിംഗ് അവേ ദ വാല്യൂ. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന്. യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇന്ന് ഈ ലോകത്തിൽ ഇൻ്റർനെറ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബിറ്റ് കോയിൻ വരാന്നത് ആളുകൾ പേടിക്കുന്നത്. ബിക്കോസ് നമ്മളെല്ലാ കാര്യങ്ങളും അളക്കുന്നത് ഡോളറിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിലാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ യൂണിറ്റ് ആയിട്ട് അളക്കുന്നത്. അപ്പം എല്ലാത്തിനും വാല്യൂ മേപ്പോട്ട് പോകുന്നതായിട്ട് കാണാം. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ്, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു മെഷറിംഗ് ടേപ്പ് ഉണ്ടല്ലോ. നമ്മൾ മറ്റേ ഇങ്ങനെ വലിച്ചിട്ട് ഇതിനകത്തുനിന്ന് വലിച്ചിട്ട് ഇങ്ങനെ മെഷറിംഗ് ടേപ്പ് ഉണ്ടല്ലോ സാധനം മെഷർ ചെയ്യുന്നത്. ഒരു ഉദാഹരണം നമുക്കറിയാം, 1 സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ
അല്ലെങ്കിൽ ഇഞ്ച് സെൻറ്റിമീറ്റർ വീതം അതിനകത്ത് അളന്ന് കൊടുത്തിട്ടുണ്ടോ അല്ലേ? അതൊരു യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഉദാഹരണം, എൻ്റെ കയ്യിൽ നമ്മുടെ സാധാ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ടേപ്പിൻ്റെ ഉണ്ട്, വേറൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം, ഒരു മാജിക്കൽ സാധനമാണ്, സെയിം ടേപ്പ് തന്നെ, പക്ഷേ അത് അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് ആ സാധനം സ്കെയിൽ പുള്ളി ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ എന്നുള്ള ചില സമയത്ത് 2 സെൻറ്റിമീറ്റർ ആവും, 3 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഞാനും അദ്ദേഹവും ഒരു വീട് പണിയാൻ വേണ്ടി പോവാണ് ഈ 2 സാധനമായിട്ട്. എൻ്റെ നോർമൽ സ്റ്റാൻഡേർഡ് സാധനം നമ്മൾ ഇന്ന് കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഓരോ വട്ടവും ഈ സ്കെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അളവാണ്. പക്ഷേ അത് അദ്ദേഹം അറിയുന്നില്ല. പക്ഷേ അദ്ദേഹം വീട് വെച്ച് കഴിയുമ്പോഴും ഞാൻ വെച്ച് കഴിയുമ്പോഴും ഒരേ പ്ലാൻ തന്നെ വീട് വെക്കുന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടായിരിക്കും അത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? കൂടുതൽ പ്രിൻറ്റ് ചെയ്യുന്ന ഈ പൈസ ഈ യൂണിറ്റാണ്. ഈ യൂണിറ്റിനെ കൊണ്ടൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റിനെ, അതായത് റിയൽ എസ്റ്റേറ്റിനെ നമുക്ക് അളക്കാൻ ഒക്കത്തില്ല. ഇറ്റ് വിൽ ചേഞ്ച് ദ വാല്യൂ. ലോകത്ത് ആദ്യമായിട്ടാണ് 21 മില്യൺ മാത്രമുള്ള ഒരു യൂണിറ്റ് വരുന്നത്. ആ യൂണിറ്റിൽ ബാക്കി എല്ലാ സാധനത്തിനെയും കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കറൻസി ഒരു മണി വരുമ്പോൾ ലോകത്തോളം ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങൾക്കും വാല്യൂ കുറയും. ദാറ്റ്സ് ട്രൂത്ത്. യു നീഡ് ടു സ്റ്റഡി എക്കണോമിക്സ്. നമ്മളിതൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല. ദാറ്റ്സ് ദ റീസൺ. ഡോളറിൻ്റെ പ്രോക്സീസ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും റിയൽ എസ്റ്റേറ്റും. എല്ലാം നമ്മൾ കാണുന്നത് ഡോളറിലൂടെയാണ്. ഈ ഡോളർ പ്രിൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് കാൽക്കുലേഷൻ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റിൻ്റെയും സ്റ്റോക്കിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. നോട്ട് ഇൻ ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ്. സതോഷിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എല്ലാം താഴോട്ട് വരുന്നതായിട്ട് കാണാം. നമുക്കതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി 50 ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 13%. US S&P 500 അതിൻ്റെ ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 10 തൊട്ട് 13%. നാസ്ഡാക്കിൻ്റെത് 13 തൊട്ട് ഏകദേശം 15% വരെ. നിങ്ങളൊരു കാര്യം ഓർക്കണം, US ഏകദേശം ഒരു ആവറേജ് 7% പുതിയ പൈസ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കൊല്ലവും. ദാറ്റ് ഈസ് അറൗണ്ട് 7% ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇൻഫ്ലേഷൻ അറൗണ്ട് 14% ആണ്, അല്ലെങ്കിൽ 13% ആണ്. നിഫ്റ്റി 50 തരുന്നത് സെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് എവിടെയാണ്? ഇറ്റ്സ് നോട്ട് ദെയർ. ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഗോയിങ് ടു റിട്ടയർ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ റിയൽ എസ്റ്റേറ്റ് എനിമോർ. ദാറ്റ് എറ ഈസ് ഗോൺ, ഇറ്റ്സ് ഡൺ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ഇൻഫർമേഷനാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. എൻ്റെ മെൻറ്റർ, ഈ ഞാൻ ഇന്ന് തന്ന വീഡിയോസിലെ മിക്ക ഇൻഫർമേഷനും എൻ്റെ മെൻറ്റർ, എൻ്റെ ഗുരുനാഥൻ തന്നതാണ്. ഓക്കെ, അതായത് ബിറ്റ്കോയിനിലേക്ക് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്ത ബിറ്റ്കോയിൻ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അദ്ദേഹമാണ് എന്നെ ട്രേഡിങ്ങും കാര്യങ്ങളും പഠിപ്പിച്ചത്. ഓക്കെ, സോ അദ്ദേഹം വാൾ സ്ട്രീറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു വെക്കണം. ഒരു പോർട്ട്ഫോളിയോ മാനേജർ, ഉദാഹരണം സ്റ്റോക്ക് മാർക്കറ്റിലെ പോർട്ട്ഫോളിയോ, അത് മ്യൂച്വൽ ഫണ്ട് എന്ന് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട്. 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിക്കണം ഒരാളോട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, നിങ്ങളൊരു 10 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ വേണ്ടി പോവാണ്. ഈ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു അസറ്റ് മാനേജർ ആയിരിക്കും. അയാൾക്ക് എക്സ്പീരിയൻസ് കാണും. അപ്പം നിങ്ങൾ അയാളോട് ചോദിക്കേണ്ടത്, ഗിവ് ഓർ ഷോ മീ യുവർ 10-year എക്സ്പീരിയൻസ്. അതായത് നിങ്ങളുടെ 10 കൊല്ലത്തെ നിങ്ങളുടെ പെർഫോമൻസ് കാണിക്കാൻ പറയണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ നിങ്ങളൊരു റിസഷനോ ഒരു എക്കണോമിക് ക്രൈസിസോ കാണും. ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു വട്ടമെങ്കിലും പലതവണ പല കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയങ്ങളിൽ, ഈ ഹാർഡായിട്ടുള്ള സമയങ്ങളിൽ ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയെന്ന് പറയുന്ന ഇയാൾ എങ്ങനെ ഈ അസറ്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കും. അതിൽ അദ്ദേഹത്തിന് സ്റ്റിൽ 10 കൊല്ലത്തിൽ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിന് കഴിവുണ്ടെന്നുള്ള കാര്യം. ഇത് എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. 10 കൊല്ലം ഒരു കമ്പനി സർവേ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ സർവൈവ്. അതിനകത്ത് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരും. അത് അഭിമുഖീകരിച്ച് തരണം ചെയ്ത് പോകാൻ ഒക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ഹി ഹാസ് സം സ്കിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ ചോദിക്കുക, നിങ്ങളോട് പറയുന്നത് ഇതായിരിക്കും മാർക്കറ്റിംഗ്. 25%, 30% ഗ്രോത്ത് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അത് 2 കൊല്ലത്തെ 3 കൊല്ലത്തെയോ അല്ലെങ്കിൽ 5 കൊല്ലത്തെയോ കാണിക്കും. We don't want to see 3 or 4 or 5 years experience or performance. We need to see 10 years track record. Then you will see ദ റിയൽ സ്കിൽസ്. അദ്ദേഹത്തിന് റിയൽ ആയിട്ടുള്ള സ്കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കാം സോ ഫാർ. ഇന്നത്തെ കാലത്ത് അതൊരു സ്കാമാണ്. ഇന്ത്യയിൽ അത് ഏറ്റവും കൂടുതൽ ഇപ്പം വ്യാപിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞു കേൾക്കാം, സിപ്പ് എന്താണ് സിപ്പ്, ഞാൻ കേട്ടിട്ടില്ല. എല്ലാ മാസവും ഇതിനകത്തോട്ട് പൈസ ഇടുന്ന ഇഷ്ടം പോലെ പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട് ഇന്ത്യയിൽ. അതൊരിപ്പോൾ വല്ലാത്തൊരു ആളുകൾക്ക് വല്ലാത്തൊരു ഭ്രമമാണ്. ഇറ്റ്സ് എ സ്കാം. ഐ വിൽ ഷോ യു ദാറ്റ്. ഇത് നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തു ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ കാണാം മോട്ടിലാൽ ഓസ്വാൾ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ICICI. അപ്പോൾ ഇവരുടെ ഏറ്റവും വലുത് നോക്കുമ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കും റിട്ടേൺ പെർ ആനം 22%,
22, 23 മേലോട്ട് പോകും തോറും കൂടി ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തും. ഓക്കെ, 26%, 28, 29, അങ്ങനെ 36% വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ 36% എത്ര റിട്ടേൺ പെർ ആനം 36% എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. നമുക്ക് അതിനകത്തോട്ടൊന്ന് കയറാം. ഈ 38% നമ്മൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 10 ഇയറിലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? 17.58%. നമ്മുടെ ഇൻഫ്ലേഷൻ അത്ര 13 to 15%. നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഈ ഫണ്ട്, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ഫണ്ട് നിങ്ങൾക്ക് ഇരട്ടിക്കണമെന്നുണ്ടെങ്കിൽ, അതിന് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ പോലും ഇരട്ടിക്കത്തില്ല ഫണ്ട്. അത് ഡിജിറ്റൽ നിങ്ങൾക്ക് കാണാൻ നോക്കും നിങ്ങളുടെ പൈസ ഇരട്ടിച്ചെന്നുള്ള കാര്യം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, വാല്യൂ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് മാർക്കറ്റിൽ ചെന്ന് പച്ചക്കറി 10 കൊല്ലത്തിന് മുന്നേ വാങ്ങിക്കുന്ന അതേ പച്ചക്കറി ഇപ്പോൾ കിട്ടുമോ? ഇല്ല. സെക്കൻഡ് പെർഫോമർ മോട്ടിലാൽ അവിടെ നോക്കാം, 10%, 10 ഇതിൻ്റെ നോക്കി 16, 19, 20, 25% മുകളിൽ ഒരുത്തിനെയും കാണാൻ നോക്കത്തില്ല 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ. ഒരു കൊല്ലമൊക്കെ അവന്മാർ കാണിക്കും 32%. കാരണം എന്താണ്? പൈസ പ്രിൻ്റ് ചെയ്ത് കുറയും. അത് മാർക്കറ്റിൽ കാണാൻ നോക്കും. 10 കൊല്ലത്തെ എടുക്കുമ്പോൾ അവർക്കറിയാം 10 കൊല്ലത്തെ എന്തെല്ലാം ഇഷ്യൂസ് വന്നിട്ടുണ്ടോ അതെല്ലാം കാണാൻ. 90% is not bad, it's good. But inflation വെച്ച് നോക്കുമ്പോൾ it's nothing. That's why I'm saying you will never retire if you planning to invest in stock market. റിയൽ എസ്റ്റേറ്റ് 7 to 8% ആവറേജ് ആനുവൽ ഗ്രോത്ത്. ഇറ്റ്സ് നത്തിങ് ആക്ച്വലി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് നത്തിങ്. ഓക്കെ, ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. എന്താ ബിറ്റ് കോയിൻ്റെ പെർഫോമൻസിനോട് പോകുന്നതിന് മുന്നേ ഒരു ചാർട്ടും കൂടെ കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം. ആ ചാർട്ടാണ് ഈ കാണുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിറ്റ് കോയിൻ മൊത്തം എത്രയാണ്? 21 മില്യനേ ഉള്ളതെന്നറിയാം അല്ലേ? അത് ഒരിക്കലും ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ ഇനി മാറ്റാൻ ഒക്കത്തില്ല. നോ വൺ ക്യാൻ ചേഞ്ച് ഇറ്റ്. അടുത്ത 100 കൊല്ലത്തേക്ക് ഇത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത 1000 കൊല്ലത്തേക്ക് 21 മില്യൺ ആയിരിക്കും. ഈ 21 മില്യണിൽ നിന്ന് 2009 മുതൽ 2012 വരെ ഓരോ 10 മിനിറ്റിലും 50 ബിറ്റ് കോയിൻ വീതം വരും. അത് എല്ലാവർക്കും അറിയാം. ഈ സമയത്തോടെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ 4 കൊല്ലം ഇരിക്കലെ ഈ ഇഷ്യൂവൻസ് നേരെ പകുതിയായിട്ട് കുറയും. 2009 മുതൽ 2012 വരെ 50 ബിറ്റ് കോയിൻ വീതം ഓരോ 10 മിനിറ്റിലും നെറ്റ്വർക്കിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, 2012 മുതൽ 2016 വരെ 25, അതായത് ഈ നേരെ പകുതിയായിട്ട് ഇഷ്യൂവൻസ് കുറയും. അതിനെയാണ് ഹാൽവിങ് എന്ന് നമ്മൾ പറയുന്നത്. ഹാൽവിങ് കഴിയുമ്പോൾ 50-ന് പകരം 25 ബിറ്റ് കോയിന് പിന്നെ ഓരോ 10 മിനിറ്റിലും കിട്ടും. അതായത് 2012 മുതൽ 2016 വരെ 4 കൊല്ലം. അത് കഴിഞ്ഞ് 2016 മുതൽ 2020 വരെ 12.5, അതായത് 25-ൻ്റെ പകുതി ബിറ്റ് കോയിനെ ഓരോ 10 മിനിറ്റും മൈനിങ് ചെയ്ത് കിട്ടും. അതായത് അടുത്ത 4 കൊല്ലം ഇത്രയും കിട്ടും. 2020 മുതൽ 2024 വരെ, അതായത് നമ്മൾ 24 കഴിഞ്ഞ കൊല്ലത്തിന് മുന്നേ വരെ നമുക്ക് 6.25 ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു ഓരോ 10 മിനിറ്റിലും. ഇനി ഈ 2024 മുതൽ 2028 വരെ ഇനി 3.125 ബിറ്റ് കോയിനെ നമുക്ക് കിട്ടും ഓരോ 10 മിനിറ്റിലും മൈനിങ് ചെയ്തു. ഈ മൈനേഴ്സ് എല്ലാം ഓരോ 10 മിനിറ്റിൽ മൈൻ ചെയ്യുമ്പോൾ 3.125 ബിറ്റ് കോയിൻ വീതം കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സപ്ലൈ കുറയുന്നുണ്ട്. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് പറ്റും? വാല്യൂ കൂടും അല്ലേ? മറ്റേതെങ്ങനെയായിരുന്നു? മണി എങ്ങനെയാണ്? പ്രിൻ്റ് ചെയ്യും, കൂടുതൽ വാല്യൂ കുറയും. ബിറ്റ് കോയിൻ്റെ കാര്യം എങ്ങനെയാണ്? സപ്ലൈ കുറയും, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം വാല്യൂ കൂടും. ബിറ്റ് കോയിൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ലോകത്ത് നിങ്ങളൊരു കാര്യം കേൾക്കണം. ലോകത്ത് എന്ത് കാര്യം ഉണ്ടാക്കിയാലും മനുഷ്യൻ അതിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കും. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുകയാണ് ഇന്നതാണ് ഇനി മുതൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വീണ്ടും വീണ്ടും കാണാൻ വാല്യൂ ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്ത് എല്ലാവർക്കും ആ വാല്യൂ വേണം. അപ്പോൾ അത് വീണ്ടും അത് അവൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപാടി ശ്രമിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ഇത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് ഈ പൈസയുടെ വാല്യൂ നശിപ്പിക്കും. ഇതാണ് ലോകത്ത് 10,000 കൊല്ലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് 21 മില്യണുള്ള ഒരു കോയിൻ, അതും ഡിജിറ്റൽ ഒരിക്കലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ലെന്നാണ് ശാസ്ത്രീയമായിട്ട് ആളുകൾ പറഞ്ഞത്. സയൻറ്റിഫിക്കലി ഇറ്റ്സ് ഇംപോസിബിൾ ദേ സെഡ്. ബട്ട് സതോഷി നക്കമോട്ടോ ഡിസ്കവേർഡ് നോ ഇസ് പോസിബിൾ വിത്ത്, അതായത് ലോകത്തിലെ റിയൽ ആയിട്ടുള്ള എനർജി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 21 മില്യൺ ക്യാപ്പ് ചെയ്ത് ഒരു ഡിജിറ്റൽ കറൻസി ഉണ്ടാക്കാൻ നോക്കും. ദാറ്റ് ഈസ് ബിറ്റ് കോയിൻ. ഇസ് ഡൺ. ഇനി ഒരിക്കലും പുതിയൊരു ബിറ്റ് കോയിൻ വരത്തില്ല. ലോകം 10,000 വർഷങ്ങൾക്ക് മുന്നേ ഫയർ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ഡിസ്കവറി അല്ലേ? ഫയർ 2.0 ഉണ്ടോ? ഇല്ല. ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു. ദർ ഇസ് നോ മോർ 2.0 ഇൻ്റർനെറ്റ്. ഓൾറെഡി അത് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ലോകത്ത് നമ്മളത് ഫൗണ്ട് ചെയ്തു, ഡിസ്കവർ ചെയ്തു. ഇലക്ട്രിസിറ്റി ഇനി 2.0 ഇല്ല. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ സ്കേഴ്സിറ്റി. 21 മില്യണിൽ ക്യാപ്പ് ചെയ്തിട്ടേക്കുന്നു. ലോകത്തൊരു മനുഷ്യൻ വിചാരിച്ചാലും കൂടുതൽ ബിറ്റ് കോയിൻ പ്രിൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ്സ് ഇംപോസിബിൾ.
സതോഷിക്ക് പോലും ഇനി ബിറ്റ് കോയിൻ കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ച ഒരാളുണ്ട്, ആ വ്യക്തിക്ക് ഇനി ഒരിക്കലും ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ്സ് എ പബ്ലിക് നെറ്റ്വർക്ക്, ഇറ്റ്സ് എ ഗ്ലോബൽ നെറ്റ്വർക്ക്. അത് തന്നെയാണ് ബിറ്റ് കോയിൻ. പക്ഷേ ബിറ്റ് കോയിന് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ ബിറ്റ് കോയിൻ മണിയാണ്, വാല്യൂ ആണ്. അപ്പോൾ ആളുകൾ കാണുമ്പോൾ എന്ത് പറ്റും, ഒരിക്കലും ഇനി പ്രിൻറ്റ് ചെയ്യാൻ ഒക്കാത്തൊരു സാധനത്തിന് ഇനി അങ്ങോട്ട് ഡിമാൻഡ് കൂടി വരത്തേ ഉള്ളൂ. ലോകം അടുത്ത 100 അടുത്ത 1000 കൊല്ലത്തേക്ക് ഇതിൻ്റെ ഡിമാൻഡ് കൂടി വരത്തേ ഉള്ളൂ. കൂടി വരത്തേ ഉള്ളൂ. കാരണം എന്താണ്, ഓരോ ദിവസവും 2.5 ലക്ഷം പുതിയ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. അതായത് ഓരോ കൊല്ലവും ഓരോ ദിവസവും 2.5 ലക്ഷം പുതിയ ലാപ്ടോപ്പുകൾക്ക്, പുതിയ ഇൻ്റർനെറ്റുകൾക്ക്, പുതിയ മൊബൈൽ ഫോണിന് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ നെവർ എൻഡ്. ഇത് ആലോചിക്കണം, 21 മില്യനേ ഉള്ളൂ. ഓരോ 4 കൊല്ലം കഴിയുന്തോറും സപ്ലൈ കുറഞ്ഞു വരുന്നു. അതിൻ്റെ അർത്ഥം ഓരോ 4 കൊല്ലവും നിങ്ങളുടെ കറൻസി കൺവേർട്ട് ചെയ്ത് ബിറ്റ് കോയിനിലേക്ക് ആക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും അൻറ്റിൽ യു ഡൈ. ആ ബിറ്റ് കോയിൻ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ ജീവിതകാലം മുഴുവനും ഇതിൻ്റെ വാല്യൂ മേപ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. പക്ഷേ കറൻസി എന്താണ്, അവർ കൂടുതൽ പ്രിൻറ്റ് ചെയ്ത് ഇറക്കുന്നു. അത് സൂക്ഷിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ 4 കൊല്ലം ഇരിക്കലേ അതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Do you understand these things? Bitcoin is simple. It's mathematics. ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉള്ളൊരു മീഡിയം ഓഫ് സാധനം നമുക്കില്ല 2009 വരെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂ കീപ്പ് ചെയ്യാൻ ഒരു മീഡിയം ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അതിലേക്ക് വാല്യൂ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യലി വളർന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഈ ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാം. അടുത്ത ബിറ്റ് കോയിൻ്റെ ഒരു ചാർട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം 2011 മുതലുള്ള ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ്. ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ് അല്ല, ലോകത്തിലെ ഏറ്റവും പെർഫോമൻസ് കൂടുതലുള്ള എല്ലാ അസറ്റുകളും താഴോട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യത്തേത് ബിറ്റ് കോയിന്, US ഗ്രോത്ത്, ഗോൾഡ്, നാസ്ഡാക്ക്, S&P 500, അങ്ങനെ പല താഴോട്ട്, ബോൺസ്, US ക്യാഷ്, റിയൽ എസ്റ്റേറ്റ് എല്ലാം നിങ്ങൾക്ക് താഴോട്ട് കാണാനൊക്കും. ഓക്കെ, ഇനി ഈ വലത്തോട്ട് നിങ്ങളൊന്ന് നോക്കിയേ. 2024 ഞാൻ ആദ്യമേ നമ്മുടെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് ഉള്ള ഒരു അസറ്റ്. അതിനെ ക്ലോസ് ചെയ്ത് ഒരു അസറ്റും ലോകത്ത് ഇന്നേ വരെ വന്നിട്ടില്ല, ഇനി വരുത്തതുമില്ല. എന്തുകൊണ്ട്? 21 മില്യനേ ഉള്ളൂ ബിറ്റ് കോയിൻ. നിങ്ങളുടെ വാല്യൂ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് വേണം? നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങിച്ചാലേ നിങ്ങളുടെ വാല്യൂ സൂക്ഷിക്കാൻ നോക്കൂ അല്ലേ? അപ്പോൾ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്പോണൻഷ്യൽ ഡിമാൻഡ്. അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമ്മളിത് 8ലും 10ലും ഒക്കെ പഠിക്കുന്നതാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതാണ് ബിറ്റ് കോയിൻ്റെ തത്വം. ആദ്യം അത് മനസ്സിലാക്കുക. 2024 121% വളർന്നു. അതേസമയം US ഗ്രോത്ത് 33%, ഗോൾഡ് 26%, നാസ്ഡാക്ക് 25%, പിന്നെന്താണ് S&P 500 24, അങ്ങനെ താഴോട്ട് പോകും. എന്തെങ്കിലും ബീറ്റ് ചെയ്യുന്നുണ്ടോ ബിറ്റ് കോയിനെ? 2023 156%. എന്തെങ്കിലും താഴോട്ട് ബീറ്റ് ചെയ്തു? നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2011 മുതൽ 24 വരെ ആനുവലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് 147%. അടുത്തത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് 2010 മുതലുള്ള ബിറ്റ് കോയിൻ്റെ. ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ഓരോ 4 കൊല്ലം ഇരിക്കലാണ് ബിറ്റ് കോയിൻ്റെ വളർച്ച. നിങ്ങൾ ഇന്നൊരു ബിറ്റ് കോയിന് ബിറ്റ് കോയിൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ വാല്യൂ എക്സ്പോണൻഷ്യലി ഹ്യൂജ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള വോളറ്റൈലുണ്ട്, പ്രൈസസ് താഴോട്ട് പോകും, മേപ്പോട്ട് പോകും, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ഹോൾഡ് ചെയ്യുക 4 കൊല്ലം, എക്സ്പോണൻഷ്യലായിരിക്കും നിങ്ങളുടെ വാല്യൂ പോകുന്നത്. ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത 4 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എക്സ്പോണൻഷ്യലായിരിക്കും. നിങ്ങളിവിടെ കാണാൻ നോക്കും, ഒരു ബിയർ മാർക്കറ്റ് 3 ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ് 3 ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ് 3 ബുൾ മാർക്കറ്റ്. 2023, 2024, 2025 നമ്മൾ പോവുകയാണ് ബുൾ മാർക്കറ്റിലേക്ക്. ഈ ചാർട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 2026 നമ്മളൊരു ബിയർ മാർക്കറ്റ് പ്രതീക്ഷിക്കാം. നിങ്ങളിവിടെ കണ്ടോ ബിയർ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്. ഓക്കെ, ഇനി നിങ്ങളിവിടുത്തെ കാര്യം ശ്രദ്ധിച്ചേ ഒന്ന്. 2015 35% ഗ്രോത്ത്, 2016 125, 2017 13 ഇരട്ടി, 2019 95, 2020 300,
2021 66, പിന്നെ ബിയർ മാർക്കറ്റ് 2023 156, 2024 121%. നിങ്ങളുടെ നിഫ്റ്റി 50 തരുന്നത് 13%, അല്ലെങ്കിൽ പോട്ടെ 15%. അതിൽ നിങ്ങൾ കുറയ്ക്കണം നിങ്ങളുടെ ഇൻഫ്ലേഷനും കൂടെ. ഇപ്പോൾ ഉദാഹരണം ഗവൺമെൻറ് പറയുന്ന ഇൻഫ്ലേഷൻ ആണെങ്കിൽ 5%, 5% കുറച്ച് കഴിഞ്ഞാൽ 10% ഗ്രോത്തേ ഉള്ളൂ അല്ലേ? ഈ നിഫ്റ്റി 50 ഇട്ട് റിട്ടയർ ആകാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ നിഫ്റ്റി 50 ഇട്ട സാധനം നിങ്ങളുടെ പൈസ ഡബിൾ ആവണം എന്നുണ്ടെങ്കിൽ എത്ര നാളെടുക്കും? ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ? കോമ്പൗണ്ടിങ് ആണ്. ഒരു 6-7 കൊല്ലം കൊണ്ട് ഡബിൾ ആകാം, അല്ലെങ്കിൽ 6 കൊല്ലം ഇരിക്കട്ടെ, 6 കൊല്ലം ഒന്നിരിക്കട്ടെ. ഇവിടെ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ. നമുക്ക് ആദ്യമേ S&P 500 എടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2020 മുതൽ 2024 വരെ നമ്മുടെ ഏകദേശം 40% കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം 40%-ഓളം നമ്മുടെ വാല്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ 2020 മുതൽ കഴിഞ്ഞ കൊല്ലം വരെ 83% S&P 500 ഗ്രോത്ത്. നമുക്ക് നാസ്ഡാക്കിൻ്റെ ഗ്രോത്ത് നോക്കാം. നാസ്ഡാക്കിൻ്റെ ഗ്രോത്ത് അത്യാവശ്യം കൂടുതലായിരിക്കും. നാസ്ഡാക്കാണ് ഏറ്റവും ഗ്രോത്ത് ആയിട്ടുള്ള സംഭവം. ഏകദേശം 142% 4 കൊല്ലം കൊണ്ട് വളർന്നു. ഈ 142-നകത്തുനിന്ന് ഏകദേശം 40%-ഓളം കുറയ്ക്കുക, 100% കൂട്ടിയാൽ മതി. നിഫ്റ്റി 50യുടെ കേസ് എടുക്കാം. നിഫ്റ്റി 50 ശ്രദ്ധിച്ച് കേൾക്കണം. നിഫ്റ്റി 50 ഏകദേശം 94-95% വളർന്നു. 95%-നകത്ത് 40% കുറച്ചായി. അത്ര ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട് എക്കോണമിയിൽ. എത്ര? 95% ഒന്ന് കൂട്ടിക്കോ. 4 കൊല്ലം കൊണ്ട് 95% വളർന്നു. ഇനി ബിറ്റ് കോയിൻ്റെ കേസ് എടുക്കാം. ബിറ്റ് കോയിന് 2020 മുതൽ 4 കൊല്ലം 12 ഇരട്ടി, അതായത് ഏകദേശം ഒരു കൊല്ലം 3x വീതം ആണ് ഗ്രോത്ത്. ആവറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഗ്രോത്ത് അനുസരിച്ച് നോക്കുവാണെങ്കിൽ 3x ഓരോ കൊല്ലവും. നിങ്ങൾ നിഫ്റ്റി 50 ഇട്ട് കഴിഞ്ഞാൽ അത് 6-7 കൊല്ലം എടുക്കും 1x ആവാൻ. ഇത് 3x ഒരു കൊല്ലം വീതം. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം തോന്നണ്ട. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ ലിമിറ്റഡ് ആയിട്ടുള്ള അസറ്റ് കാണുന്നത്. 16 കൊല്ലം. ഈ 16 കൊല്ലത്തിനിടയ്ക്ക് റിസഷൻ കണ്ടു, എക്കണോമിക് ക്രൈസിസ് കണ്ടു. ബിറ്റ് കോയിൻ്റെ പൊട്ടൻഷ്യൽ ബിറ്റ് കോയിൻ കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് ബ്ലാക്ക് റോക്കും എല്ലാവരും ബിറ്റ് കോയിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പിടികിട്ടി സ്റ്റോക്ക് മാർക്കറ്റ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഈയിടയ്ക്ക് കേട്ട് കാണും, ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു AI-യുടെ ഇതുകൊണ്ട് നാസ്ഡാക്കിന് സംഭവിച്ചത് $600 ബില്യൺ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത്. $600 ബില്യൺ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു $600 ബില്യൺ ഒരു കമ്പനിയുടെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം. അപ്പോൾ പുതിയ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളും കമ്പനികളും ഒന്നും നാളെ കാണണമെന്നില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ സിമ്പിളാണ് മാത്തമാറ്റിക്സ്. ലിമിറ്റഡാണ്, 21 മില്യൺ എനർജി കൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്നു, സേഫായിട്ട് പോകുന്നു. അതിന് പ്രത്യേകിച്ച കാര്യങ്ങളോ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കമ്പനിയോ ഒരു ഓണറോ ഒന്നുമില്ല. നമ്മൾ മൈനിങ് ചെയ്യുന്നു, ബിറ്റ്കോയിനെ സപ്പോർട്ട് ചെയ്യുന്നു, ലോകത്തെ എല്ലാ ആളുകളും. സിമ്പിൾ, ദാറ്റ് ഇസ് സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ ഇത് ബ്ലാക്ക് റോക്ക് ഇതൊക്കെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലായി. ദാറ്റ് ഇസ് ദ സേഫസ്റ്റ് വൺ. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ബിറ്റ് കോയിനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലായിരിക്കും, ഇറ്റ്സ് ബിറ്റ് കോയിൻ. അതുമാത്രമല്ല, നിങ്ങൾ മരിക്കുന്നവരെയും, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന അവസാന ദിവസം വരെയും ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അത് നിങ്ങൾ കൈമാറ്റം ചെയ്ത് നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാലവും ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടാമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ്സ് ലിമിറ്റഡ്. ഡിമാൻഡ് വരുന്നുണ്ട്, സപ്ലൈ കുറവാണ്. മൊത്തം 21 മില്യനേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ എത്ര ബിറ്റ് കോയിൻ നമുക്ക് വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ചെറിയൊരു കണക്കുണ്ട്. അതായത് നമുക്ക് ChatGPT എടുക്കാം. ലോകത്ത് 58 മില്യൺ മില്യണേഴ്സ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നതല്ല, അതാണ് ഡേറ്റ, അതാണ് സത്യം. 58 മില്യനോ അതിൽ കൂടുതൽ കാണാം കേട്ടോ. 58 മില്യൺ മില്യണേഴ്സ് ലോകത്തെല്ലായിടവും കൂടി, ഇന്ത്യയിലും US-ലും ചൈനയിലും എല്ലായിടവും കൂടി ഏകദേശം 58 മില്യൺ. നിങ്ങൾക്കറിയാം,
21 മില്യനേ ഉള്ളൂ ബിറ്റ് കോയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 21 മില്യൺ ഡിവൈഡഡ് ബൈ 58 മില്യൺ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള 58 മില്യണേഴ്സും ബിറ്റ് കോയിൻ മേടിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മില്യണേർക്കും 0.36 ബിറ്റ് കോയിൻ വീതമേ കിട്ടൂ. ഒന്നും കൂടെ പറയാം, ലോകത്തുള്ള എല്ലാ മില്യണേഴ്സും ഇപ്പം ലോകത്തിലെ 1%, നിങ്ങൾക്കറിയാം ഏകദേശം 8 കോടി ജനങ്ങളുണ്ട്, 8 ബില്യൺ ജനങ്ങളുണ്ട് ലോകത്ത്. ആ 8 ബില്യനകത്ത് വെറും 1% ആളുകൾ മാത്രമേ ബിറ്റ് കോയിൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻവെസ്റ്റ് അല്ല, ബിറ്റ് കോയിൻ മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി ഈ മില്യണേഴ്സ് എല്ലാം തലയ്ക്ക് വെളിവ് വീണിട്ട് വരുമ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ഒരു ബിറ്റ് കോയിൻ തികച്ചില്ല. 0.36 ബിറ്റ് കോയിൻ, അതായത് ഒരു ബിറ്റ് കോയിൻ്റെ 0.36, മനസ്സിലാവുന്നുണ്ടോ? അത്രയും ബിറ്റ് കോയിൻ മാത്രമേ മേടിക്കാൻ കിട്ടൂ. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം അതല്ല, ഈ 21 മില്യനകത്ത് ഏകദേശം 5 മില്യൺ ബിറ്റ് കോയിൻ ഓൾറെഡി ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ആർക്കും തൊടാനാകത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ മേടിച്ചിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുമല്ലോ, അതിൻ്റെ ഹാർഡ്വെയർ വാലറ്റ്. അതായത് തുടക്ക സമയങ്ങളിൽ ഈ ബിറ്റ് കോയിൻ 10,000, 15,000 ഒക്കെയാണ് ബിറ്റ് കോയിൻ ആളുകൾ വാങ്ങിച്ചു കൂട്ടിയേക്കുന്നത്. അപ്പോൾ 5 രൂപയ്ക്കും $10 കൊടുത്താൽ ഇഷ്ടം പോലെ ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു. ഇതവർ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഹാർഡ് ഡിസ്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈവറ്റ് കീയൊക്കെ നഷ്ടപ്പെടാം. അങ്ങനെ ഏകദേശം 5 മില്യൺ ബിറ്റ് കോയിൻ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. അതായത് ഓൾമോസ്റ്റ് ഡെഡ് ആക്ച്വലി. നെറ്റ്വർക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ മൂവ് ചെയ്യാത്ത ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ബിറ്റ് കോയിൻ കൈവശം വെച്ചേക്കുന്ന ആളുകളുടെ ബിറ്റ് കോയിൻ്റെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ ഏകദേശം 16 മില്യൺ ബിറ്റ് കോയിനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. 16 മില്യൺ. അപ്പോൾ 16 മില്യൺ ഡിവൈഡഡ് ബൈ 58 മില്യൺ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 0.27. അതായത് ലോകത്തുള്ള എല്ലാ മില്യണേഴ്സിന് വന്നു കഴിഞ്ഞാൽ 0.27 ബിറ്റ് കോയിനെ അവർക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇതിലും എത്രയോ താഴെയാണെന്നറിയാമോ? കാരണം ETF മാത്രം 1 മില്യൺ മുകളിൽ ബിറ്റ് കോയിൻ കൈവശമാക്കിയിട്ടുണ്ട് ലോകത്തിലെ. അപ്പോൾ അതിനകത്ത് മില്യണേഴ്സ് ഉണ്ട്, എല്ലാ മില്യണേഴ്സും ഇല്ല. ഓക്കെ, മില്യണേഴ്സാണ് അതിനകത്ത് ബ്ലാക്ക് റോക്കിലൂടെ ബിറ്റ് കോയിൻ വാങ്ങിച്ചേക്കുന്നത്. നമ്മുടെ മൈക്കിൾ സെയ്ലർ തന്നെ അറൗണ്ട് 470K 4.5 ലക്ഷത്തിന് മുകളിൽ ബിറ്റ് കോയിൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല പ്രൈവറ്റ് കമ്പനികളും. ഇനി എക്സ്ചേഞ്ചിൽ മേടിക്കാൻ ബിറ്റ് കോയിൻ മേടിക്കാൻ, അത് നമുക്ക് നേരത്തെ ചാർട്ടിലേക്ക് പോകാം. ബിറ്റ് കോയിൻ മേടിക്കാൻ ഏകദേശം 2.17 മില്യനും കൂടെ ഉള്ളൂ ബിറ്റ് കോയിൻ ഇനി എക്സ്ചേഞ്ചിൽ മേടിക്കാൻ. ബാക്കിയുള്ളത് ഇനി മൈനിങ് ചെയ്ത് വരണം പയ്യെ. ഇപ്പം മൈനിങ് ചെയ്തുള്ളത് 2.17 മില്യനും കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തേക്കുന്നത് 16 മില്യൺ ഉണ്ടെന്നുള്ള രീതിയിലാണ്. 58 മില്യണേഴ്സിന് മേടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ 0.27%. അതായത് നിങ്ങളുടെ കയ്യിൽ 0.27% ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ യു ആർ എലീറ്റ്സ്. ലോകത്തിലുള്ള ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ലോകത്തിലുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തുവാണ് ബിറ്റ് കോയിൻ. അതിന് ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ടോപ്പ് അസറ്റ്സ് ഇൻ മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, ഇന്ന് 7ാം സ്ഥാനത്താണ് ബിറ്റ് കോയിൻ. ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ഇപ്പോൾ ഏതാണ്? ഗോൾഡാണ്. 19 ട്രില്യനാണ് മാർക്കറ്റ് ക്യാപ്പ്. അത് കഴിഞ്ഞ് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ സെക്കൻഡ് ആയിരുന്നു. 600 ബില്യൺ ലോസ് ആയപ്പോഴത്തേക്ക് താഴെ വന്നു. എൻവിഡിയ, ഗൂഗിൾ, ആമസോൺ, ബിറ്റ് കോയിൻ സിൽവർ തൊട്ട് താഴെ. അപ്പോൾ ഈ 2025 ഐ ബിലീവ് ബിറ്റ് കോയിൻ വിൽ ഈറ്റ് ഓൾ ദീസ് ആമസോൺ, Alphabet, Nvidia, Microsoft and Apple. It will be the second one in this year. ലോകത്തിലെ 2ാമത്തെ മൂല്യമുള്ള അസറ്റായിട്ട് മാറും. ഓക്കെ, അതിന് ഏകദേശം 160K അബോവ് ബിറ്റ് കോയിൻ പോയാൽ മതി. 160K ബിറ്റ് കേക്കും മുകളിലേക്ക് 160K to 180K അറൗണ്ട് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 2ാം സ്ഥാനത്തിലേക്ക് എത്തും. അറൗണ്ട് 650Kക്ക് മുകളിലിട്ട് അല്ലെങ്കിൽ 700Kക്ക് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്തും. അതായത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള
വസ്തു ബിറ്റ് കോയിൻ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു ഇപ്പോൾ ഏതാണ്? ഗോൾഡ് അല്ലേ? ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു ഹെഡ്ജ് ഫണ്ടോ മ്യൂച്വൽ ഫണ്ട്സോ ഒന്നും കാണത്തില്ല ലോകത്ത്. ഉദാഹരണം, ഞാനൊരു 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു ഹെഡ്ജ് ഫണ്ടിനെ കാണും. ഉദാഹരണം, ഏതെങ്കിലും ബ്ലാക്ക് റോക്കിനെ അല്ലെങ്കിൽ ഫെഡലിറ്റിയെ പോലുള്ള ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടെത്തിയിട്ട് പറയുന്നു എനിക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു ഹെഡ് ഫണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ്ജ് ഫണ്ടിൻ്റെ ഒരു മാനേജർ കാണും. അപ്പം മാനേജറോട് സംസാരിച്ചിട്ട് ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഈ 1 കോടി രൂപയുടെ അസറ്റ് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരാൾ കാണും. അദ്ദേഹത്തിനാണെങ്കിൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റൊന്നും ഇഷ്ടമല്ല, ആപ്പിൾ ഐഫോണൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അയാൾ പറയുന്നു എൻ്റെ 1 കോടി രൂപയ്ക്ക് മൈക്രോസോഫ്റ്റും എൻവിഡിയും എല്ലാം വാങ്ങിച്ചു, പക്ഷേ അയാൾ ആപ്പിൾ ഒഴിവാക്കി. ലോകത്തിലെ ഏറ്റവും പെർഫോമൻസ് ഉള്ള അസറ്റാണ് ആപ്പിൾ. ലോകത്തിൽ 2ാമത്തെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റാണ് ആപ്പിൾ. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിട്ടില്ല. അപ്പം ഞാൻ എന്തു ചെയ്യും? ഞാൻ വിളിച്ചിട്ട് പറയും, എടാ മനുഷ്യ, ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റാണ് ആപ്പിൾ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആപ്പിൾ കണ്ടിരിക്കണം. അല്ലെങ്കിൽ വാട്ട് ഹാവ് ടു ഡു, ഐ വിൽ കം ടു യുവർ ഓഫീസ് അറ്റ് ടുമാറോ ആൻഡ് ടേക്ക് മൈ മണി ബാക്ക്. അല്ലേ? ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ ഞാൻ കൊണ്ട് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ടോപ്പ് അസറ്റ്. ബിറ്റ് കോയിൻ ടോപ്പ് അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഇഷ്ടമല്ലാത്തവർ പോലും ദേ ഹാവ് ടു ബൈ ഇറ്റ്. ഇതിപ്പോൾ ടോപ്പിലേക്ക് എത്തേണ്ട കാര്യമില്ല, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. കാരണം US ഇത് റിസർവ് അസറ്റായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലോകത്തെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ബിറ്റ് കോയിൻ ഇല്ല. 2.17 മില്യൺ ബിറ്റ് കോയിൻ കൂടെ ഉള്ളൂ. മനസ്സിലാക്കണം നിങ്ങളത്. ഇനി നമ്മൾ പറഞ്ഞു വന്നത്, അതായത് 0.27 ബിറ്റ് കോയിൻ അല്ലേ? അത് ഉള്ളവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരായിരിക്കും. അപൂർവമായിരിക്കും അവരെ കാണാൻ കിട്ടത്തില്ല. ലോകത്തെ എന്ത് വേണമെന്നുണ്ടെങ്കിലും they can get it. 0.27 ബിറ്റ് കോയിൻ. ഓക്കെ. കാരണം അത് ഞാൻ പറയാം, നമുക്ക് അവസാനം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇനി നമ്മളെല്ലാം കണ്ടു, ഈ ഡീറ്റെയിൽസ് എല്ലാം കണ്ടു. ഈ ഒരു ചാർട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ടാണ്. 2013 മുതൽ 2024 വരെയുള്ള ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഓരോ മാസത്തെയും ഉണ്ട് പെർഫോമൻസ്. നിങ്ങൾക്കിത് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇതാണ് ബാക്കിയുള്ള ബിറ്റ് കോയിൻ എക്സ്ചേഞ്ചുകളിലുള്ള ബിറ്റ് കോയിൻ്റെ എണ്ണം. എത്രയാണ്? 2.17 മില്യനും കൂടെ ഉള്ളൂ. ഈ 2.17 മില്യൺ ബിറ്റ് കോയിന് വേണ്ടിയാണ് ലോകത്തെ എല്ലാവരും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനൊരു രസകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഡേറ്റ് എവിടെ? ഓക്കെ. ട്രഷറി. ഓക്കെ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ലോകത്തെ എല്ലാ കമ്പനികളും, പബ്ലിക് കമ്പനികളെല്ലാം കൈവശമാക്കിയേക്കുന്നത് 6,10,000 ബിറ്റ് കോയിനാണ്. ഓക്കെ. 6,10,000 ബിറ്റ് കോയിൻ. ETF ഫണ്ടുകൾ മാത്രം ഒരു കൊല്ലം കൊണ്ട് 1.3 മില്യൺ ബിറ്റ് കോയിൻ വാങ്ങിച്ചു കൂട്ടി. ഒരു കൊല്ലം കൊണ്ട് 1.3 മില്യൺ. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. ബാക്കിയുള്ള ആളുകളെല്ലാം ഇതുപോലെ പ്രൈവറ്റ് കമ്പനികളും എല്ലാം കൂടെ ഏതാണ്ട് 400,000 4,07,000 ബിറ്റ് കോയിൻ. ഗവൺമെൻറ്റുകളെല്ലാം കൂടെ ഏകദേശം 3 lakhs ബിറ്റ് കോയിൻ. അപ്പോൾ ഓർക്കണം, 2.17 മില്യനും കൂടെ ഉള്ളൂ. ഓക്കെ. ETF എല്ലാം കൂടെ കാർന്ന് തിന്നത് 1.3 മില്യൺ ബിറ്റ് കോയിൻ ഒരു കൊല്ലം കൊണ്ട്. 2004 ജാനുവരി മുതൽ 2025 ജാനുവരി വരെ 2.1 മില്യൺ ബിറ്റ് കോയിനുകളാണ് അവർ വാങ്ങിച്ചു കൂട്ടിയത്. ഇനി 2.17 മില്യനും കൂടെ ഉള്ളൂ. അത് ഏകദേശം 2-3 കൊല്ലം കൊണ്ട് തീരും. അതിനുശേഷം നമ്മളെപ്പോലെ ആളുകൾക്ക് ബിറ്റ് കോയിൻ നമ്മുടെ കറൻസി കൊണ്ട്, നിങ്ങളുടെ രാജ്യത്ത് ഏതാണോ കറൻസി ആ രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊണ്ട് ഒരിക്കലും ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ ഒക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഞാൻ പറയുന്നത്. ഓൾ കോയിൻസും മിമി കോയിൻസും മരിക്കുന്നവരെ കാണും, ബിറ്റ് കോയിൻ കാണുകയല്ല.
ഗാംബിൾ ചെയ്യാൻ അവസരങ്ങൾ ഇനിയുമുണ്ട് മരിക്കുന്നവരെ. ഇത് ഗാംബ്ലിംഗ് അല്ല, ലോകം ഉറ്റുനോക്കുന്ന ഒരു ഹാർഡായിട്ടുള്ള ഒരു അസറ്റാണ്. ബൈ ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ വിട്ടുപോയൊരു കാര്യം ഞാനിപ്പോൾ കണ്ടു, അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പരിപാടികൾ പിടികിട്ടും. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇവിടെ കാണാനുള്ളത് 2016 US-ലെ ഒരു ആവറേജ് വീടിൻ്റെ വില എന്ന് പറയുന്നത് $2,88,000 ആയിരുന്നു 2016. ഓക്കെ, ആ 2016 ആ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 664 ബിറ്റ്കോയിൻ വേണമായിരുന്നു. എങ്കിൽ മാത്രമേ 2016 ഈ 2,88,000 രൂപയ്ക്ക് ഈ വീട് വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. 2020 ആവട്ടെ ഈ 2,88,000 എന്നുള്ള വീടിൻ്റെ വാല്യൂ കൂടി 3,28,900 ഇത് റിയൽ ആയിട്ടുള്ള പൈസയാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ വാല്യൂ എല്ലാം അറിയാം. 3,28,000 ഒരു ആവറേജ് വീടിൻ്റെ വാല്യൂ 2020. അന്ന് ഇതിൻ്റെ വില കൂടിയെങ്കിലും 2020 664 ബിറ്റ്കോയിൻ മേടിക്കേണ്ട അതേ വീടിന് 45 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? വെറും 45 ബിറ്റ്കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ വീട് നിങ്ങൾക്ക് മേടിക്കാനൊക്കെ 4 കൊല്ലത്തിന് ഇപ്പുറം 4 കൊല്ലം 2024 അതായത് ലാസ്റ്റ് കൊല്ലം ആ വീടിൻ്റെ വില സെയിം വീടിൻ്റെ വില 4,34,000. ആക്യുറേറ്റ് ആണ് കേട്ടോ. 2024 അതേ വീട് 2016 അതേ വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറും 4.8 ബിറ്റ്കോയിൻ മേടിച്ചാൽ മതി. അതായത് 604 എന്നുള്ളത് കുറഞ്ഞ് 45 4 കുറഞ്ഞു. പക്ഷെ കറൻസിയോ US ഡോളറോ 2,88,000 3,28,000, അതിൽ നിന്ന് 4,34,000. അപ്പോൾ 2028 എത്ര ബിറ്റ്കോയിൻ വേണം ഈ വീട് വാങ്ങിക്കാൻ? 0.5. ഇത് ഞാൻ എൻ്റെ മെൻറ്ററിൽ നിന്ന് ഗുരുനാഥിൽ നിന്ന് കടമെടുത്തതാണ് ഈ ഇൻഫർമേഷൻ മിക്കതും. അതിനേക്കാളും അദ്ദേഹം അവതരിപ്പിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, 0.5 ബിറ്റ്കോയിൻ മതിയായിരിക്കും 2028. ചിലപ്പോൾ 2028 ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു 550 സംതിങ് ആയിരിക്കാം. 5 ലക്ഷം സംതിങ്. 2032 0.005 മേ ബി. അമേസിങ് അല്ലേ? അതായത് ബിറ്റ്കോയിൻ കൈവശം വെക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങളുടെയും വാല്യൂ കുറഞ്ഞു വരും. നിങ്ങൾ വീടിൻ്റെ വാല്യൂ കാണുന്നത് US കറൻസിയിലാണ്. അതുകൊണ്ടാണ് വാല്യൂ കൂടി വരുന്നത്. അല്ല, വീടിൻ്റെ വാല്യൂ കൂടുന്നതല്ല. എന്തുകൊണ്ടാണ്? പ്രിൻറ്റിങ് കറൻസി വാല്യൂ താഴോട്ട് വരും. പക്ഷേ US ഡോളറിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പം ഈ വീടിന് വാല്യൂ കൂടുന്ന പോലെ തോന്നും. ഗൈസ്, നിങ്ങളിത് പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് കണ്ടല്ലോ, നമ്മൾ ബിറ്റ്കോയിൻ്റെ പെർഫോമൻസ് കണ്ടു. ബിറ്റ്കോയിൻ ഓരോ 4 കൊല്ലം നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അഫോർഡായി തുടങ്ങും. അതേസമയം നമ്മൾ കറൻസി സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ എല്ലാം എക്സ്പെൻസീവായിട്ട് മാറും. എന്തുകൊണ്ട്? പ്രിൻറ്റിങ് മണി. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു ഏകദേശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടാണ് നമ്മൾ എത്ര ബിറ്റ്കോയിനാണ് വേണ്ടതെന്ന് പിടികിട്ടി. പക്ഷേ 2032 ഞാനീ പറയുന്നത് 2032 നിങ്ങൾക്ക് ഈ 0.27 ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ റിട്ടയർ ചെയ്യാം. എങ്ങനെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ കാണുന്നത് ലോകത്തിലുള്ള
അസറ്റുകളാണ്. അസറ്റുകളിൽ എത്രമാത്രം $US ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഗോൾഡിൽ ഏകദേശം 16 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്, ആർട്ടിൽ 18 ട്രില്യൺ, കളക്റ്റബിൾസ് അതായത് കാറ്, ഈ വാച്ചസ് ഒക്കെ അല്ലേ, അതിന് 6.5 ട്രില്യൺ ആണ് മാർക്കറ്റ്. റിയൽ എസ്റ്റേറ്റ് 330 ട്രില്യൺ ആണ് ലോകത്തെല്ലായിടത്തെയും. ഇത് കാണുന്നതെല്ലാം ലോകത്തെല്ലായിടത്തെയുമാണ് കേട്ടോ. ബോണ്ടിൽ 300 ട്രില്യൺ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റീസിൽ 115 ട്രില്യൺ, മണി ക്യാഷായിട്ട് 120 ട്രില്യൺ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെക്കാട്ടിലും എല്ലാം പെർഫോമൻസ് ഉള്ളത് ബിറ്റ് കോയിൻ ആണെന്ന് നിങ്ങൾ കണ്ടു. യൂസ്ലെസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 600 കൊല്ലത്തെ ഏറ്റവും മോശമായിട്ടുള്ള വർഷങ്ങളിലൂടെയാണ് ബോണ്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വേറെ ഒന്നുമല്ല, ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ബിറ്റ് കോയിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അറൗണ്ട് 95% ഞാൻ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 95% വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഈ പെർഫോമൻസ് കാണുന്ന ആളുകൾ അവർ ഈ ഓരോ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ വെറും 20% എടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ ബിറ്റ് കോയിനിൽ ഞാൻ സ്റ്റോക്കിൽ നിന്ന് ഒരു 20% വിറ്റിട്ട് അത് ബിറ്റ് കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ്. മൊത്തമല്ല, 20% റീസണബിൾ. അങ്ങനെ ഗോൾഡിനകത്ത് 20%, ആർട്ടിനകത്ത് 20%. ആർട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ആളുകൾ വാല്യൂ സൂക്ഷിക്കുന്നുണ്ട്. കളക്റ്റബിൾസ്, റിയൽ എസ്റ്റേറ്റ്, 30-20 വീടുകളുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ മെൻറ്റർ, അദ്ദേഹത്തിന് 20-25 റിയൽ എസ്റ്റേറ്റുകളുണ്ട്. അതിൽ 75% അല്ലെങ്കിൽ ഏകദേശം 4 വീടുകൾ മാത്രം ബാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം വിറ്റിട്ട് ബിറ്റ് കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ ഗോൾഡും ഫുള്ള് വിറ്റിട്ട് ബിറ്റ് കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അന്ന് റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകൾ 20% ബിറ്റ് കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബോണ്ടിലുള്ളത് 20%, മണി ക്യാഷായിട്ട് വെച്ചേക്കുന്ന 20%, ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 20% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ടോട്ടൽ ഗ്ലോബലിൽ മൊത്തം 900 ട്രില്യൺ ആണുള്ളത്. അതിൽ 20% എന്ന് പറയുന്നത് 10% എന്ന് പറയുന്നത് 90, 20% എന്ന് പറയുന്നത് 180 ട്രില്യൺ. ഓക്കെ, ആ 180 ട്രില്യൺ ബിറ്റ് കോയിൻ വേണ്ടി വരുവാണെന്ന് വിചാരിക്കുക. ഓർക്കണം, 2.17 മില്യനും കൂടെ ഉള്ളൂ. അതാണ് യഥാർത്ഥ കണക്ക്. ഓക്കെ, 180 ട്രില്യൺ ബിറ്റ് കോയിൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ പറയുന്ന 20% 2032 കൂടി 20% ഈ ടോട്ടൽ മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കും ബിറ്റ് കോയിനിൽ. അത് യാതൊരു സംശയമില്ല, 2032. കാരണം ഞാനിതുപോലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എൻ്റെ ഫണ്ട് ഇത്രയും മാറ്റാൻ ഒക്കുന്നുണ്ടെങ്കിൽ, ഇത് അറിഞ്ഞറിഞ്ഞ് വരുന്ന ആളുകൾ അതിനകത്ത് 20% വീതം ഇതിനകത്തോട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 2032 ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് ChatGPT ചോദിക്കാം. 180 ട്രില്യൺ ഡിവൈഡഡ് ബൈ 21 million. That is 8.5 million. അതായത് ഒരു ബിറ്റ് കോയിൻ്റെ വില 8.5 മില്യൺ ആയിരിക്കും 2032. ലോകത്തിലെ എല്ലാ അസറ്റുകളിൽ നിന്നും 20% വരുവാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ പറയുകയാണ് 20% വരത്തില്ല, വെറും 10% വരത്തുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെയാണെങ്കിൽ 4.2 മില്യൺ. അപ്പോൾ ഈ 8.5 മില്യൻ്റെ നമ്മൾ പറഞ്ഞു 0.27% ബിറ്റ് കോയിൻ ആണ് നിങ്ങളുടെ ടാർഗറ്റ് ഇനി വേണ്ടത്. അത് ലോകത്ത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ ഒക്കത്തില്ല, ബട്ട് റീസണബിൾ ആണ്. യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. അപ്പോൾ 8 മില്യൻ്റെ 0.27 എന്ന് പറയുന്നത് 2.16 മില്യൺ ആണ്. 2.16 മില്യൺ മതി 2032 നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ. 2.16 മില്യൺ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ
2032 ആകുന്നതോടെ ഏകദേശം 8 മില്യൺ 20% വരുവാണെങ്കിൽ ഈസിലി വരും. 10% ആണെന്നുണ്ടെങ്കിൽ 4 മില്യണിലേക്ക് പോകും. 8 മില്യൻ്റെ 0.27 എന്ന് പറയുന്നത് ഏകദേശം 4 മില്യണോളം വരും. സോറി, let me check again. 0.27. ഓക്കെ, സോറി, 2.16, മൈ മിസ്റ്റേക്ക്. ഓക്കെ, 8 മില്യൺ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 0.27 ഉണ്ടെങ്കിൽ 2.16 മില്യനും 10% മാത്രമേ വരുന്നുള്ളൂ. 4 മില്യൺ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2.16 into 0.27 around 1.12 മില്യനും ആയിരിക്കും. ദാറ്റ്സ് ഇനഫ് ടു റിട്ടയർ. അടുത്ത ഇത് 2025 25, 26, 27, 28, 29, 30, 31, 32, 8 കൊല്ലം കൊണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണ് ഈ പറയുന്നത്, 8 മില്യൺ ഇസ് ഇമ്പോസിബിൾ ആണെന്ന് നിങ്ങൾ പറയും. നോ, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഓക്കെ, ഇനി എന്തുകൊണ്ടല്ല എന്ന് പറയാനുള്ള കാര്യം, ലോകത്തിലെ ബ്ലാക്ക് റോക്ക് കഴിഞ്ഞു ഈ ലോകത്തിലെ ഈ പ്ലാനറ്റിലെ രണ്ടാമത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫിഡലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പ്രഡിക്ഷൻ പ്രകാരം 2038 ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ 1 ബില്യനാണ്. അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1 ബില്യൺ. ഓക്കെ, മൈക്കിൾ സെയ്ലറിൻ്റെ അഭിപ്രായത്തിൽ 2045 ഒരു ബിറ്റ്കോയിൻ്റെ വില 49 മില്യനും. ഗൈസ്, ഇവരത് ചുമ്മാ അത് പ്രഡിക്ഷൻ ചെയ്യുന്നതല്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം, യൂബർ പോലുള്ളൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. യൂബർ ആദ്യമായിട്ട് വന്നൊരു ഒരു ഇന്നോവേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലോകത്തിലുള്ള കാർ മാർക്കറ്റ് എത്ര ഉണ്ട് എന്ന് നോക്കും. 10 ട്രില്യനാണ് കാർ മാർക്കറ്റ് അല്ലേ? ആളുകളുടെ ടാക്സിയും കാര്യങ്ങളുമെല്ലാം, ലിമോസിനും ടാക്സിയും കാര്യങ്ങളെല്ലാം. ഈ 10 ട്രില്യണിൽ 1% നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് പോട്ടെ 100 ട്രില്യൺ, ഈസി ആയിട്ട് കാൽക്കുലേഷൻ, 100 ട്രില്യനാണ് മാർക്കറ്റെങ്കിൽ 1% വേണ്ടിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ 1 ട്രില്യൺ നിങ്ങൾക്ക് കിട്ടും. ഈ രീതിയിലാണ് എല്ലാ ബിസിനസ്സും കാൽക്കുലേഷൻ. എത്ര ശതമാനം മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടാം അതിൽ നിന്ന്, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, 900 ട്രില്യൺ ലോകത്തിലെ അസറ്റുകൾ, അതിൻ്റെ 10% ലോകത്തിലെ ഏറ്റവും പെർഫോമൻസ് ഉള്ള അസറ്റാണ്. ദേ വിൽ കം ഓഫ് കോഴ്സ്. 10% എന്ന് വരുന്നത് 8 കൊല്ലം കൊണ്ട് 10% എന്ന് പറയുന്നത് നത്തിങ്. 10% ആണെങ്കിൽ പോലും 4 മില്യൺ, 20% ആണെങ്കിൽ 8 മില്യൺ. സോ കൺസർവേറ്റീവ് ഹിയർ. എടോ, ഇന്ന് ഇന്ത്യയിലിപ്പം എനിക്ക് ഈ വണ്ടി കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കറിയാം, ഏകദേശം 90 ലക്ഷം സംതിങ് ആണ് ബിറ്റ്കോയിൻ്റെ വാല്യൂ. 90 ലക്ഷം ഒരു ബിറ്റ്കോയിന്. ഇന്ന് ഈ ഒരു മഹീന്ദ്രയുടെ ഈ ഒരു EV മേടിക്കാൻ ഏകദേശം 21 ലക്ഷം രൂപയാണ് അല്ലേ? 21 ലക്ഷം രൂപ ഈ EV മേടിക്കാൻ. ഈ പൈസ മതി യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറയുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും. ദേ വിൽ റിമെമ്പർ യുവർ നെയിം. കമ്മിങ് ജനറേഷൻ, ദേ വിൽ നെവർ വർക്ക് ഫോർ എനിവൺ. നെവർ എവർ വർക്ക് ഫോർ എനിവൺ. Because banks are coming for your Bitcoin. അതായത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തുവായിട്ടുള്ള ബിറ്റ്കോയിൻ നിങ്ങൾ ലോൺ
നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. They will give you anything you ask because you have Bitcoin. ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത് അവരുടെ ഇഷ്ടംപോലെ റിയൽ എസ്റ്റേറ്റ് കാണും. അതിൻ്റെ വാല്യൂ എല്ലാ വർഷവും കൂടിക്കൊണ്ടേയിരിക്കും. They will borrow against their real estate and leave. ഒരാൾ പോലും ആ കുടുംബങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. സോ ബിറ്റ്കോയിനിൽ നിന്നൊരു ഓഫറുണ്ട്. An offer from Bitcoin to everyone on this planet. Each and everyone, for 8 billion people. You have an offer right now on your hand. Just open it. It's saying you can be wealthy within next couple of years. So what you have to do, you have to just hold me. Just buy and hold me forever. If you do that, you and your next generation will never work for anyone. You can escape from this rat race. You can escape from these manipulations. Now you have an offer. You decide what to do. Okay? Guys, ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ചിലർക്കറിയായിരിക്കും നമ്മൾ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്മ്യൂണിറ്റി അത് പെയ്ഡാണ് കേട്ടോ, ഫ്രീ അല്ല, പെയ്ഡാണ്. ആ കമ്മ്യൂണിറ്റിയിൽ 2 രീതിയിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. ഒന്ന് ബിറ്റ്കോയിൻ മാസ്റ്റർ ടയർ 1, ജസ്റ്റ് $1 പെർ മന്ത്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, ബിറ്റ്കോയിനിൽ എന്തൊക്കെയാണ് ഇന്നോവേഷൻസ് നടക്കുന്നത്, എങ്ങനെയാണ് ഫ്യൂച്ചർ ബിറ്റ്കോയിൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യും. പിന്നെ മാസ്റ്റർ ദ ആർട്ട് ഓഫ് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ, എങ്ങനെ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു 2026 ചിലപ്പോൾ നമ്മളൊരു ബിയർ മാർക്കറ്റ് കണ്ടേക്കാം. ആ സമയത്താണ് നമ്മൾ ബിറ്റ്കോയിൻ കൂടുതൽ അക്യുമുലേഷൻ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് നമ്മളെത്തൂ. ചാർട്ട് അനാലിസിസ്, ബിറ്റ്കോയിനെ കുറിച്ചുള്ള ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ കാണും. സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ്, അതായത് ബിറ്റ്കോയിൻ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് സൂക്ഷിക്കാൻ ഒക്കും, എങ്ങനെ സൂക്ഷിക്കണം, അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്ത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ വീഡിയോ നമ്മൾ അതിനകത്തൂടെ കാണും. പിന്നെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ്. ഓക്കെ, സോ ബിറ്റ്കോയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആളുകൾ അതിനകത്ത് കാണാം. നമുക്ക് അവരോട് സംസാരിക്കാം. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. അതിന് ജസ്റ്റ് $1 ഗൈസ്. നമുക്ക് ഈ വന്ന കാലത്ത് $1 ഒരു ബിരിയാണി കിട്ടുമോ? $1 ഇപ്പോൾ എത്രയാണ്? 85 രൂപയോ സംതിങ്. 85 രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടുമോ? $3 കിട്ടുമോ? $3 കിട്ടുമോ ഒരു ബിരിയാണി? ഇല്ല. ആ സ്ഥാനത്താണ് ഐ എം ഗിവിങ് യു ഫോർ $1 പെർ മന്ത് ആൻ ഓഫർ. ഗൈസ്, കമ്പനീസ് ആർ കമ്മിങ് ഫോർ യു. എന്തിനാണ്? ബിറ്റ്കോയിൻ എഡ്യൂക്കേഷനും ആൻഡ് ദേ നീഡ് ടു കീപ്പ് യുവർ ബിറ്റ്കോയിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ദേ വിൽ ആസ്ക് യു like a huge amount of money for getting all these informations. They are coming. Already market കണ്ടു കഴിഞ്ഞു. Okay, so in that time, meanwhile I am giving for $1 per month. രണ്ടാമത്തെ ടയറാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഈ മൂളി പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. പ്ലസ് നമ്മൾ ബിറ്റ്കോയിന് ബിയർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അക്യുമുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം MSTR എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി. ബിറ്റ്കോയിൻ 1% പോവുകയാണെന്നുണ്ടെങ്കിൽ MSTR 3 to 4% പോകും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ 1x പോവുകയാണെങ്കിൽ MSTR 3 to 4x പോകും. മൈനിങ് സ്റ്റോക്കുകളുണ്ട്, ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, മാര പോലുള്ള സ്റ്റോക്കുകൾ. ആ സ്റ്റോക്കുകൾ പോകുന്ന ഇതിലും വളരെ രസകരമായിട്ടുള്ള, ബിറ്റ്കോയിൻ 1x പോവുകയാണെന്നുണ്ടെങ്കിൽ മൈനിങ് സ്റ്റോക്കുകൾ 4x to മേ ബി 8x വരെ പോകാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് പൈസ ഇതേപോലുള്ള
മാരയിലും സ്റ്റോക്കുകളിലും ടെസ്ല എൻവിഡിയയിലൊക്കെ ഇട്ടിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മളത് നേരെ ബിറ്റ് കോയിനിലേക്ക് ഡംപ് ചെയ്യും. അപ്പോൾ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക, ബിറ്റ് കോയിനിലേക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും പൈസ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുക. ഐ വിൽ ടെൽ യു ഗൈസ്, ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ MSTR, പ്ലീസ് ബൈ ഇറ്റ്. ദെൻ യു വിൽ ബൈ ഇറ്റ് ആൻഡ് ഐ വിൽ ടെൽ യു വെൻ വി ഗോയിങ് ടു സെൽ ഇറ്റ്. അത് കഴിഞ്ഞ് ആ പ്രോഫിറ്റ് നമ്മൾ നേരെ ബിറ്റ് കോയിനിലേക്ക് ഡംപ് ചെയ്യും. ഇറ്റ്സ് ഹ്യൂജ്, ദ വാല്യൂ ഈസ് ഹ്യൂജ്, ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഗൈസ്. അത് വെറും $3 ഞാൻ തരുന്നത്. ഒരു ബിരിയാണി ഒരു മാസം, ഒരു മാസം നിങ്ങളൊരു ബിരിയാണി നിങ്ങൾ എത്ര രൂപ ഒരു മാസം ചിലവാക്കും? യു ഗിവിങ് ദാറ്റ് മണി ഫോർ ചേഞ്ചിങ് യുവർ ലൈഫ്? നോ വൺ വിൽ ഡു ദാറ്റ്, ഐ എം ഷുവർ. ഇവിടെ കിട്ടുന്ന ഈ സർവീസുകൾ നിങ്ങൾക്ക് എങ്ങനെ ചെന്നാലും കിട്ടത്തില്ല. ഓക്കെ, സോ അതിൻ്റെ ലിങ്ക് താഴെ കാണും. പാട്രിയോണിലാണ് അതുള്ളത്, അതിൻ്റെ പേജുള്ളത്. നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഹ്യൂജ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.